എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ യൂറിൻ തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ടത് 2020-ലാണ്. യൂറിൻ തെറാപ്പിയായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഒരു പുസ്തകവും മേടിച്ചു. അങ്ങനെ മൂത്രം കുടിക്കാൻ തുടങ്ങി. പഴയ മൂത്രങ്ങൾ ശരീരത്ത് പുരട്ടുകയും ചെയ്തിരുന്നു. അങ്ങനെ മൂത്രം കുടിച്ച് കഴിഞ്ഞപ്പോൾ 2 മാസം എനിക്ക് ഷുഗർ 340 ഫാസ്റ്റിങ്ങിൽ 210. ആ 340 ഷുഗർ ലെവൽ കുറഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ അത് 230 എത്തി. പിന്നെ അതുപോലെ ഫാസ്റ്റിങ്ങും അതുപോലെ കുറഞ്ഞു. പിന്നെ ഞാൻ നാരായണ മാഷോട് പറഞ്ഞപ്പോൾ മാഷ് അതിൽ കരിഞ്ജീരകം വറുത്ത് പൊടിച്ചിടാൻ പറഞ്ഞു. രാവിലെ കുടിക്കുമ്പോൾ കുറച്ച് കരിഞ്ജീരകം പൊടിച്ചിട്ട് ഇടുക. അത് പൊടിച്ച് ഡബ്ബയിലാക്കി വെച്ചാൽ മതി, ആവശ്യത്തിന് കുറച്ചെടുത്തിടാം. അങ്ങനെയാണ് കരിഞ്ജീരകവും മൂത്രത്തിലിട്ട് രാവിലെ കുടിക്കാൻ തുടങ്ങി. ഞാനന്ന് ആ സമയത്തൊക്കെ ഒരു 3-4 പ്രാവശ്യം കുടിക്കുകയായിരുന്നു. 4 പ്രാവശ്യം മസ്റ്റ്. അങ്ങനെയാണ് എൻ്റെ BP-നെയും ഷുഗറിനെയും ഞാൻ കൺട്രോൾ ചെയ്തത്. ഈ ഫസ്റ്റ് കുടിക്കുമ്പോൾ 1 മാസം ഞാൻ ടാബ്ലറ്റ്സ് കഴിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണത്തിനും കൺട്രോൾ ചെയ്തു. ഇപ്പം എനിക്ക് എന്ന് പറഞ്ഞാൽ ഷുഗർ 140, BP നോർമലാണ്. ഇടയ്ക്ക് ഒന്ന് കൂടും, എന്തെങ്കിലും മധുരം അങ്ങനെ കഴിക്കുന്ന സമയത്ത്. ചോറിപ്പം എത്രയോ കുറച്ച്. അങ്ങനെയാണ് ഇപ്പം എൻ്റെ ജീവിത രീതികൾ. പഞ്ചസാരയൊന്നും ഡയറക്റ്റ് ചായയിലൊന്നും മധുരം ഇടില്ല. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നല്ലൊരു കാര്യം തന്നെയാണ് എനിക്ക് മൂത്ര ചികിത്സയോടുകൂടി കിട്ടിയത്. മിലിറ്ററി സർവീസിലുള്ള വടകര മൊയ്പോത്ത് സ്വദേശി ശ്രീ PK മോഹനനാണ് തൻ്റെ അനുഭവം ഇവിടെ വിവരിച്ചിരിക്കുന്നത്. വ്യക്തികൾ യൂറിൻ ഉപയോഗിച്ച് തങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തിയ വിവരങ്ങളാണ് നാം ജനങ്ങളെ അറിയിക്കുന്നത്. ഒരു വ്യക്തിയുടെ നേരനുഭവങ്ങൾ അയാൾക്ക് തുറന്നു പറയാം. എന്നാൽ ആ അനുഭവം ശാസ്ത്രീയമാണെന്ന് അവകാശപ്പെടണമെങ്കിൽ അതിന് ആധുനികമായ പല പ്രക്രിയകളിലൂടെയും കടന്നു പോകേണ്ടതുണ്ട്. യൂറിൻ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ദീർഘകാലമായുള്ള രോഗങ്ങൾ മാറ്റിയ നിരവധി പേരുണ്ട്. ദോഷഫലങ്ങൾ ഉണ്ടാകില്ല എന്ന ഉറപ്പ് മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ നൽകാൻ കഴിയൂ. അതിനാൽ തന്നെ ഓരോരുത്തർക്കും ധൈര്യമായി യൂറിൻ ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. അതിനാദ്യം യൂറിനെക്കുറിച്ചുള്ള തെറ്റായ പഴഞ്ചൻ വിശ്വാസങ്ങൾ നാം വലിച്ചെറിയണം. ആ തെറ്റിദ്ധാരണകൾ അകറ്റുന്നതിന് വേണ്ടിയാണ് വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ യൂറിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്കിടയിൽ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നന്ദി.